ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോഴെ പല്ല് പോയതേ കാണുള്ളൂ. ടാറ്റ. ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുവാണ്. സംഭവം നമ്മുടെ വീടും അമ്മ വീടുമായിട്ടൊരു 10-12 ബസ് സ്റ്റോപ്പുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പണ്ടൊക്കെ ഉണ്ടല്ലോ, അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പിടി ചോറ് കഴിക്കാൻ വേണ്ടി മാത്രം അമ്മ വീട്ടിൽ പോയിട്ടുള്ള ടൈമുണ്ട്. അത്രക്ക് അടിപൊളിയാണ് ഗൈസ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്. അമ്മ ഒരു ഉള്ളി ചതച്ചാൽ പോലും അതിന് ഒടുക്കത്തെ ടേസ്റ്റാണ്. നേരത്തെ ഇടക്കിടക്ക് പോകുമായിരുന്നു, ഇപ്പം അങ്ങനെ പോകാറില്ല. അപ്പം അമ്മക്ക് ഭയങ്കര പരാതിയാണ്, അമ്മയുടെ അടുത്ത് പോകാറില്ല, അമ്മേനെ കാണാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടി അമ്മ വീട്ടിലേക്ക് പോയി. കഴിച്ചോ നിങ്ങൾ? അതല്ലേ വന്നത്, അതല്ലേ വന്നത്. അറിയുവാ? ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ തന്നെ പോകണ്ടേ? ഇപ്പൊ തന്നെ പോകും. എന്റെ ദൈവം ഏതാ ഈ ബാബുദിശ എവിടെയായിരുന്നു? മനക്കോടം. അമ്മ ഈ പരാതി പറയുന്നതിന് കാരണമുണ്ട് ഗൈസ്. ഞാൻ അമ്മ വീട്ടിൽ എത്തിയപ്പോഴേക്കും 3 മണിയായി. 5:30-6 മണിയാകുമ്പോൾ ഇറങ്ങുകയും ചെയ്യും. എൻ്റെ അമ്മ വീട് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. നല്ല കുഴ മണ്ണൊക്കെ ആയിരുന്നു, ഭയങ്കര കുഴ മണ്ണും. എനിക്ക് പണ്ടത്തെ തറവാടിനോടാണ് താല്പര്യം. ഇവിടെ ഒരു ചെറിയ വഴി, ഒരു പടുകൂറ്റൻ കാരക്കാമരവും അതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് നൊസ്റ്റാൾജിക്കുള്ള സ്ഥലമാണ് അമ്മ വീട്. പണ്ട് ഈ വീടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഈ ഒറ്റ വീടുണ്ടായിരുന്നില്ല. വലിയൊരു പറമ്പ്, മീൻസ് ഭയങ്കര പുല്ലൊക്കെ പിടിച്ച് നടക്കുന്ന ഭയങ്കര വലിയൊരു പറമ്പ്. അതിൻ്റെ ചുറ്റും ഈ മതിലിന് പകരം മറ്റേ ടർപ്പോള കൊണ്ടിട്ട് ഒരു വേലി കിട്ടത്തില്ല, നീല കളറല്ല, ചുറ്റിനും അത് കെട്ടിയിട്ട് ഒരു കുഞ്ഞിടവഴി, ചെറിയൊരു വഴി. ഒരാൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ പുല്ലിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാത്രം നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഴി ഉണ്ടാവില്ലേ, അതുപോലത്തെ വഴിയായിരുന്നു. ഇതൊക്കെ ഫുൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പം മുട്ടിന് വീടായി. നമുക്ക് മൊത്തം വീടായി. എങ്ങനെ കിടന്ന സ്ഥലങ്ങളാണ്. പണ്ടത്തെ അമ്മ വീട് അടിപൊളിയായിരുന്നു. പഴയ തറവാടില്ലേ, നീണ്ടു കിടക്കുന്ന ഒരു വരാന്തേ അല്ലെങ്കിൽ കോലായി എന്നൊക്കെ പറയത്തില്ലേ, നീണ്ടു കിടക്കുന്ന അതൊക്കെ വെച്ചിട്ട് പഴയൊരു വീട്. ഇതാണ് ഗൈസ്, ഇതുവരെ വറ്റാത്ത കിണറാണിത്. ഇതുവരെ വറ്റിയിട്ടില്ല. എത്ര വേനൽക്കാലം വന്നാലും ഈ കിണർ വറ്റിയിട്ടില്ല. അതുമല്ല മഴക്കാലത്ത് ഇത് ഫുൾ നിറയും, വക്ക് വരെ നിറയും. അമ്മ, അമ്മച്ചി ആൻഡ് ഇറ്റ്സ് മീ. ചിരിച്ചോ അപ്പോഴെ പല്ല് പോയതേ കാണുള്ളൂ. ഇല്ല, അതേ കണ്ട നമുക്ക് കറക്റ്റാണ് പല്ല്. താഴത്തിൽ നിന്ന് പൊക്കത്തിലുണ്ട്. അതെ കണ്ട, കറക്റ്റാണ്. ചിരിച്ചപ്പോ പല്ല് അറിയുന്ന പോലും ഇല്ല, പല്ലില്ലാത്തത്. അങ്ങൊരു വീട് കണ്ട ദൂരെ വൈറ്റ് കണ്ട, അതും അമ്മ വീടും തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാച്ചൻ്റെ വീടാണ് കേട്ടോ. പണ്ടപ്പോൾ നമ്മൾ കൂടുതലും ടൈമും അവിടെയാണ് സ്പെൻഡ് ചെയ്യാറ്. അവിടെ നമ്മുടെ അങ്കിൾമാരുണ്ട്, അപ്പോൾ അവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫുൾ ടൈം അവിടെയാണ്. രാത്രി ആകുമ്പോഴാണ് തിരിച്ച് അമ്മ വീട്ടിലേക്ക് വരുന്നത്. അമ്മ വീട് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിക് വെച്ചാൽ ഭയങ്കര കുറേ ഓർമ്മകളുള്ളൊരു സ്ഥലമാണ്. ഇങ്ങോട്ടൊക്കെ പണ്ട് ഭയങ്കര കാടായിരുന്നു, ഈ നോക്കാൻ തന്നെ പേടിയുള്ള സ്ഥലങ്ങളായിരുന്നു ഇങ്ങോട്ടൊക്കെ. അതുപോലെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ ഒരു മീൻ കുളമുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ഈ റോഡ് പോയേക്കണ വഴി കണ്ട, ഇതൊക്കെ പുതിയതായിട്ട് വന്നാട്ടോ. നേരത്തെ ഞാൻ അമ്മ വീട്ടിൽ നിന്ന് സൂം ചെയ്ത് കാണിച്ച ചാച്ചൻ്റെ വീടാണ് കേട്ടോ ഇത്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ചാച്ചൻ്റെ വീട്ടിൽ തന്നെയാണ്.
അപ്പോൾ രാത്രി വരെ അവിടെ കുത്തിയിരിക്കും. അപ്പോൾ രാത്രി ആകുമ്പോൾ ചാച്ചൻ ഷിബേങ്ങളോട് പറയും, എടാ അവരൊന്ന് അങ്ങോട്ട് ആക്കിയേക്ക്, രാത്രി ആയില്ലെന്ന് പറയും. എൻ്റെ ദൈവമേ, ഇതുപോലെ പേടിപ്പിക്കുന്ന ഒരു ഓർമ്മ വേറെ ഇല്ല. ഒന്നാമത് തന്നെ ഈ അമ്മയോട് അതിന് ചുറ്റും ഫുൾ പ്രേതകഥകളും, കുഞ്ഞിലോട്ട് അങ്കിൾമാർ പ്രേതകഥകളും അതും ഇതും പറഞ്ഞ് മൊത്തം പേടിപ്പിച്ച് വെച്ചേക്കെ. മെയിൻ താരം അഞ്ചു കണ്ണനാണ് ഗൈസ്. അഞ്ചു കണ്ണനില്ലാണ്ട് പ്രേതകഥയില്ല. എന്തു പറഞ്ഞാലും അപ്പം അഞ്ചു കണ്ണൻ വന്നെന്ന് പറയും. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ പറയും, എടാ അവരൊന്ന് അങ്ങോട്ട് ആക്കിയേക്കെന്ന് പറയും. അപ്പോൾ അങ്കിൾ പറയും, ആ ശരിയെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, വാലേ ഇങ്ങനെ ഫ്രണ്ടേ നടത്തിക്കും. ഞങ്ങൾ കുഞ്ഞാണല്ല, എന്നിട്ട് അങ്കിൾ ഏറ്റവും പുറകെ നടക്കും. എന്നിട്ട് ഞങ്ങൾ ആ വഴിയുടെ പകുതി എത്തുമ്പോൾ അങ്ങൾ നിന്ന് കളയും. നിന്നിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ ഓടും അമ്മ വീട്ടിലോട്ട്. എൻ്റെ ദൈവമേ, ശിവങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ട് ആ ദിവസങ്ങൾ അങ്ങളെ. ഞങ്ങൾ ഇതുപോലെ പേടിപ്പിച്ചിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. നമ്മൾ ഇപ്പം ഇവിടെ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അപ്പുറം ഇപ്പുറം വീടൊക്കെ വന്നപ്പോൾ ഈ വഴി നമ്മൾ മേടിച്ചതാണ്. നമുക്ക് ഈ വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയ വീടുകളാണ്, ഫുൾ പറമ്പ്. കണിപ്പോൾ അമ്മ വീട് തൊട്ട് പറ്റിയ വരെ വീടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല അടിപൊളിയായിട്ടൊന്ന് ഉറങ്ങി ഗൈസ്. ഒരു 20 മിനിറ്റ് എന്തോ ഉറങ്ങിയുള്ളൂ, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ബൂസ്റ്റിട്ട് ചായ കുടിക്കണമെങ്കിലൊക്കെ ഉണ്ടല്ലോ അമ്മ വീട്ടിൽ പറഞ്ഞിരുന്നു. അമ്മ വീട്ടിൽ പോണ ദിവസം ഇങ്ങനെ കാത്തിരിക്കും ബൂസ്റ്റിട്ട് ചായയൊക്കെ കുടിക്കലാന്ന്. ഞങ്ങളുടെ കസിൻസ് കൂടുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോകുന്ന സ്ഥലമാണ് അടുക്കളയിൽ. ഷെൽഫ് തുറക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സ്നാക്സ് ഉണ്ട് അതൊക്കെ കഴിക്കുക. ഈ അലമാര തുറന്ന് ഇതിനകത്ത് നിന്ന് സ്നാക്സ് എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും അതൊരു പ്രത്യേക ഫീലാണ് ഗൈസ്. ഞാനിങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ദേ അടുത്തത് കൊണ്ടുവരികയാണ്. നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന അമ്മ വീട് എക്സ്റ്റെൻഡ് ചെയ്തതാണത്. അപ്പോൾ പഴയ വീടിൻ്റെ മച്ചക്ക അങ്ങനെ കീപ്പ് ചെയ്ത്, ഈ ബെഡ്റൂമും പിന്നെ ഇതൊക്കെ അങ്ങനെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറേ ഓർമ്മകളും. സത്യം പിന്നെ അമ്മ വീടെന്ന് പറഞ്ഞ ഒരു മെമ്മറിയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. ഇതൊരു കുട്ടി വീഡിയോ ആണ്. അമ്മ വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്കെന്തോ ഒരു വ്ളോഗ് എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. സോ ബൈ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നമ്മുടെ ഓട്ടോ വന്നു. പോണമ്മ. ടാറ്റാ. കേറിക്കോ. അപ്പൊ ശരി. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്. ബൈ.